എൻ്റെ പേര് വിജി എന്നാണ്. ഞാനിവിടെ ചെങ്കച്ചുള്ള കോളനിയിലാണ് താമസിക്കുന്നത്. ഇത് എൻ്റെ കുട്ടികളാണ്. ഭർത്താവ് ഉപേക്ഷിച്ച് വെള്ളമടി കാരണം ഞാനും മക്കളും മാത്രമാണ് താമസിക്കുന്നത്. കോളനിക്കകത്ത് ഈ കൊറോണ സമയത്ത് ലഹരിയുടെ ഉപയോഗം കൂടിയ സമയത്ത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ലഹരിയുടെ ഉപയോഗം കൂടി, മയക്കുമരുന്ന് ഇതിനെല്ലാം ഇതായപ്പോൾ അതിനകത്ത് ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ ചേർന്ന് ഒരു സംഘടന പോലെ രൂപീകരിച്ച് പ്രവർത്തിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പോലീസിന് പിടിച്ചു കൊടുക്കുകയും കൂട്ടം കൂടിയിരുന്ന് ഉപയോഗിക്കാൻ സമ്മതിക്കാതെയും ചെയ്തൊരു സംഘടനയായിരുന്നു. കാലക്രമേണ അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഈ എൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞ ആത്മകഥ എഴുതിയ ധനജകുമാരിയാണ് അതിൻ്റെ സെക്രട്ടറി. അപ്പോൾ അവരും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് അവരുടെ കുടുംബത്തിലെ തന്നെ സഹോദരൻ്റെ മക്കൾ, മകൻ, അനിയത്തിയുടെ മക്കൾ, അങ്ങനെയുള്ളവരെല്ലാവരും ലഹരി ഉപയോഗം വർദ്ധിക്കുകയും വാങ്ങിച്ചുകൊണ്ടൊന്ന് വിൽക്കുകയും ഒക്കെ കണ്ണിപ്പെട്ട്. അപ്പോൾ അതിനെതിരെ മാത്രം ചോദ്യം ചെയ്യാൻ ഞങ്ങളെ സമ്മതിക്കില്ല. അത് പാടില്ല, നമുക്ക് വേറെ ആൾക്കാരാണ് നോട്ടം എന്നത്. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഈ കൂട്ടത്തുള്ള ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ അതാദ്യം നമുക്ക് വിലക്കിയിട്ടല്ലേ നമുക്ക് ബാക്കിയുള്ളവരെ ഇറങ്ങി സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനെതിരെ ചോദ്യം ചെയ്തതിനെതിരെ എൻ്റെ അടുത്ത് ദേഷ്യമായി. പിന്നെ ഞാനും അവരുമായിട്ട് യാതൊരു ഇതുമില്ല. നിരന്തരം ഇതിനിറങ്ങിയതിന് പുറമെ എനിക്ക് കോളനിക്കകത്ത് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. കാരണം എന്തെങ്കിലും ഇത് കാണുമ്പോൾ ഇവരെല്ലാവരും എന്നെ മുന്നോട്ട് തള്ളിവിടും, ഒരു ഗുണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇറങ്ങി സംസാരിക്കും, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് ശത്രുത കൂടി. പ്രധാനമായിട്ടും ഇന്നലെ രാത്രി അവരുടെ മകനിപ്പോൾ DADC സെൻറ്ററിലൊക്കെ കിടന്നിട്ടാണ് വന്നത്. അനിയത്തിൻ്റെ മകൻ ഞാൻ നടന്നു പോവുകയായിരുന്നു, ഒരു കാരണവും ഇല്ലാതെ എൻ്റെ തുണി കയറി പിടിച്ച് എന്നെ ചീത്ത വിളിച്ച് അടിക്കാൻ വന്നു. തൊട്ടടുത്ത് ഞാൻ ഉടനെ അപ്പം തന്നെ കൊച്ചിനെയും കൊണ്ട് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിലോട്ട് കയറി വന്ന് കാര്യം പറഞ്ഞ് അവിടെ നിന്ന് വണ്ടി വന്ന സമയത്ത് ഇവ അടിച്ച് ഫിറ്റായി ബോധമില്ലാതെ വീടിൻ്റെ നടയിൽ കിടന്ന് തള്ളക്കി വിളിയും ബഹളവും, വീടിന് നേരെ കല്ലെറിയായിരുന്നു. പോലീസ് അതിനെതിരെ ഒരു നടപടി എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അവൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ജനറൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് ഒരു പരാതി കൊണ്ടുവന്ന് കേസ് എടുപ്പിക്കാമെന്ന് പറഞ്ഞു. കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ എൻ്റെ പേരിൽ ഉള്ളത് കൊണ്ട് പോലീസ് എന്നെ ഒരു നോട്ടപ്പുള്ളിയായിട്ടാണ് കണ്ടുവച്ചിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ബാക്ക് വഴി ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ വന്ന സമയത്ത് ഈ കുട്ടികളെ ഞാൻ വീടിനകത്ത് പൂട്ടിയിട്ടിട്ടാണ് വന്നത്. പൂട്ടിയിട്ടിട്ട് വന്ന നേരം കൊണ്ട് ഫുൾ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. കുട്ടികൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ചുടുകട്ട പറക്കി എറിയുകയും പിള്ളേരെ നല്ല രീതിയിൽ ഈ ധനജകുമാരി എന്ന് പറയുന്ന അവരും സുചിത്ര, ഇവരുടെ മക്കൾ, വലിയമ്മ, കുഞ്ഞമ്മ, ഇവരെല്ലാവരും ഇഷ്ടംപോലെ ചീത്ത വിളിക്കുകയും ചെയ്തു പിള്ളേരെ. അങ്ങനെ അവരെന്നെ സ്റ്റേഷനിൽ നിന്ന സമയത്ത് ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പോലീസിന് സ്പീക്കർ ഇട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അവരതിനെതിരെ ഒരു നടപടി എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഇവിടെ വന്നിട്ട് അവർ വെറുതെ അങ്ങ് പോയി. അവസാനം ഇവിടെ എനിക്കൊരു നീതി കിട്ടാത്തതുകൊണ്ട് ഞാൻ രാത്രി 12-1 മണിയായപ്പോൾ നേരെ കമ്മീഷൻ ഓഫീസിൽ പോയി. അവിടെ ചെന്നപ്പം അവിടെ ഇരുന്ന പോലീസുകാരെല്ലാവരും കൂടെ പിങ്ക് പോലീസിനെ ഇവരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മെഡിക്കൽ കോളേജിലെ ഷാഫി സാർ അതുവഴി വന്ന് ഞങ്ങളെ കൊണ്ട് നേരെ കോളനിയിൽ വന്ന് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി വീട്ടിൽ കയറാൻ പറ്റിയത്. അതുവരെ ഇവർ ഭയങ്കര ശല്യമായിരുന്നു. ഫുൾ വീഡിയോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുട്ടികൾ ഒരു വിധത്തിൽ വീട്ടിൽ കയറൂല, പേടിച്ച് ഭയങ്കര കരച്ചിലും ബഹളങ്ങളാണ്. ഇന്ന് രാവിലെ ഇതുപോലെ തന്നെ വീടിൻ്റെ നടയിൽ നിന്ന് ഇങ്ങോട്ട് വരണ സമയത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ സമ്മതിക്കാതെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങൾ ആരുമില്ല. ഉള്ളത് ഈ ഒരു അനിയത്തി മാത്രമാണ്, പിന്നെ ഈ മക്കൾ മാത്രമാണ്. നീതി കിട്ടണമെന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്.